ഹായ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കണം. പിന്നെ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുള്ളത് പോലെ തന്നെ ഞാൻ വേടനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ വേടന്. അദ്ദേഹത്തിന്റെ പാട്ടിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ ഈ ഇടയ്ക്ക് ന്യൂസുകളിൽ നിങ്ങൾ കണ്ടില്ലേ, വേടൻ ഒരു കേസൊക്കെ വന്നിട്ട് അകത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ പുറത്തിറങ്ങുമെന്ന് എനിക്ക് അറിയായിരുന്നു. അപ്പൊ ജാമ്യം കിട്ടിയിട്ടുണ്ട്. നല്ല സന്തോഷമുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എത്ര പേർക്ക് വേടനെ ഇഷ്ടമാണ്? ഇഷ്ടമുള്ള എല്ലാവരും എനിക്കൊന്ന് കമന്റ് ചെയ്തേക്കണം. എത്ര പേർക്ക് അദ്ദേഹത്തിന് ഇഷ്ടമാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ വേടന, അതിന്റെ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? വേറെ ഒന്നല്ല, നമ്മുടെ ജാതിയിലോ മതത്തിലോ നിറത്തിലോ ഒന്നും അല്ല കേട്ടോ കാര്യമുള്ളത്. നമ്മുടെ കഴിവിലാണ് കാര്യമുള്ളത്. അപ്പൊ നല്ലൊരു കലാകാരനാണ് കേട്ടോ വേടൻ. അപ്പൊ എനിക്ക് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്രയ്ക്ക് ഇഷ്ടം. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള പകുതിയോളം പേർക്കും അദ്ദേഹത്തിനോട് ഇഷ്ടം ഉണ്ടായിരിക്കും അല്ലേ. അപ്പൊ നമ്മുടെ കലാഭവൻ മണി ചേട്ടന്റെ പാട്ടുകൾ ഇപ്പം എന്താ പറയാ വേടനിലൂടെ നമുക്ക് കേൾക്കാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കലാഭവൻ മണി ചേട്ടനെ പോലെ തന്നെയാണ് ഞാനിപ്പോ വേടനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. അപ്പൊ ഈ ന്യൂസിൽ നമ്മൾ കണ്ടില്ലേ, കേസിൽ പെട്ടുപോയപ്പോ എനിക്ക് സത്യമായിട്ട് നല്ല വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇറങ്ങി വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എത്ര പേർക്ക് വേടനെ ഇഷ്ടമാണ്? ഇഷ്ടമായിട്ടുള്ള എല്ലാവരും എനിക്ക് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ എനിക്ക് അദ്ദേഹത്തിനോട് ഇഷ്ടമുണ്ടെന്ന് ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ജാതിയിലും മതത്തിലും നിറത്തിലും ഒന്നുമല്ല കേട്ടോ കാര്യം. നമ്മുടെ കഴിവിലാണ് കാര്യമുള്ളത്. അപ്പൊ ഇങ്ങനെ ഉള്ള ആൾക്കാരെല്ലാരും മുന്നോട്ട് വരട്ടെ എന്നാണ് കേട്ടോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നല്ല രീതിക്ക് പാട്ട് പാടാൻ പറ്റണ ആൾക്കാർ മുന്നോട്ട് വരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ജാതിയിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ. ജാതിയിലും മതത്തിലൊന്നും അല്ല കാര്യം, കഴിവിലാണ് കാര്യമുള്ളത്. അപ്പൊ നമ്മുടെ മണിച്ചേട്ടനെ പോലെ തന്നെയാണ് ഞാനിപ്പോ സത്യത്തിൽ വേടനെ കാണുന്നത് കേട്ടോ. അപ്പം എനിക്ക് വേറെ ഒന്നും പറയാനായിട്ടില്ല, ഇതൊന്നും പറയാനായിട്ടാണ് വന്നത്. അപ്പൊ നമ്മുടെ വേടനാണെങ്കിൽ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഇപ്പൊ ഈ നിലയിൽ നിൽക്കണത്. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും അല്ലേ. അപ്പൊ അദ്ദേഹം നല്ല രീതിയിൽ ഉയർന്നു വരട്ടെ എന്നാണ് കേട്ടോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. പാവം നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ സംസാരം കേട്ടാൽ തന്നെ അറിയാം, നല്ല പക്വത ഉള്ളൊരു മനുഷ്യനാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എത്ര പേർക്ക് വേടന ഇഷ്ടമാണെന്ന് എനിക്കൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ ഒത്തിരി പേർക്ക് ഇഷ്ടമായിരിക്കല്ലേ. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനും വലിയൊരു ആരാധികയാണ്. അപ്പൊ ഇനിയും നല്ല നല്ല പാട്ടുകൾ വരട്ടെ എന്നാണ് കേട്ടോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എത്ര പേർക്ക് വേടന ഇഷ്ടമാണ് എന്തായാലും എനിക്കൊന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പൊ എന്താ പറയാ, എല്ലാരും അദ്ദേഹത്തിനെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. ഇങ്ങനെ പാട്ടൊക്കെ പാടാൻ പറ്റുന്നത് വലിയൊരു കഴിവ് തന്നെയാണ് കേട്ടോ. ഞാൻ പാട്ടൊന്നും പാടത്തില്ല കേട്ടോ, എനിക്ക് ആ കഴിവും കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് പാട്ടൊക്കെ പഠിക്കണമെന്നൊക്കെ. പക്ഷെ എനിക്ക് ഡാൻസ് ഒക്കെ അറിയാം കേട്ടോ. ഡാൻസ് ഒക്കെ ഞാൻ കളിക്കുമായിരുന്നു, എനിക്കറിയാം. കുഞ്ഞിലെ തൊട്ടേ ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ പാട്ട് പാടുന്നവരോട് എനിക്ക് ഭയങ്കര ആരാധനയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, എനിക്ക് കിട്ടാത്ത കഴിവ് അവർക്കുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എനിക്ക് ഇത്രയും നാളായിട്ട് പാട്ട് പാടാൻ അറിയത്തേയില്ല. പക്ഷെ എനിക്ക് പാട്ട് പാടുന്നവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ എന്താ പറയാ, വേടനെ ഇഷ്ടമായിട്ടുള്ള എല്ലാവരും എനിക്ക് കമന്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പൊ ഇത് പറയാനായിട്ടാണ് വന്നത്. അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും എന്നെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാട്ടോ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു തന്നാൽ മതി കേട്ടോ. അപ്പൊ എന്താ പറയാ, നല്ല ചൂടുണ്ടോ? നല്ല ചൂടത്ത് ഞാൻ വിയർത്തൊലിക്കുകയാണ്. ഭയങ്കര ചൂടല്ലേ നമുക്കിപ്പം, കാലാവസ്ഥ ഭയങ്കര ചൂടാ. അതാണ് എന്റെ മുഖത്തൂടിയൊക്കെ ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നത് കേട്ടോ. ഭയങ്കര ചൂടല്ലേ ഇപ്പൊ, റൂമിന്റെ അകത്ത് നിൽക്കുമ്പോ തന്നെ വിയർത്തൊലിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വേടനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു കാര്യം പറയാനായിട്ടാണ് കേട്ടോ വന്നത്. അപ്പൊ ഇഷ്ടമുള്ള നിങ്ങൾ എല്ലാവരും എനിക്ക് കമന്റ് ചെയ്തേക്കണേ. അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം.